ഇത് 2018 കോമ്പാക്റ്റാ. സെക്കൻഡ് ഓണർ. പേപ്പർ 3 മാസമുണ്ട്. ഇത് 2019 വണ്ടിയാണ്. 2019 ലാസ്റ്റ് വണ്ടി. സിംഗിൾ ഓണർ. കിലോമീറ്റർ 1 മേളിൽ ഓടിയിട്ടുണ്ട്. ടയർ ഭാഗങ്ങളെല്ലാം നല്ലത്. 2018 ലാസ്റ്റ് വണ്ടിയാണ്. അത്യാവശ്യം പേപ്പർ ഭാഗങ്ങളെല്ലാം ഉണ്ട്. 1 വർഷത്തെ ടെസ്റ്റ് ഉണ്ട്. ഇത് 2019 വണ്ടിയാണ്. 2019 2 വർഷം മൊത്തം പേപ്പർ എടുക്കുന്ന വണ്ടിയാണ്. പുതിയ ടെസ്റ്റ്, എല്ലാ പണികളും ചെയ്തിട്ടിരിക്കുന്ന വണ്ടി. ഹായ് ഫ്രണ്ട്സ്, അനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ചാത്തന്നൂർ ഭാഗത്താണ് കേട്ടോ. അതായത് കൊല്ലം ജില്ലയിൽ തന്നെ ചാത്തന്നൂർ എന്ന് പറഞ്ഞ ഭാഗത്താണ് വന്നേക്കുന്നത്. ശബരി ഓട്ടോസിലാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. നമ്മുടെ ജയൻ്റെ ഷോപ്പാണ്. അത്യാവശ്യം നല്ല വെള്ളി മൂങ്ങുകളും ഓട്ടോറിക്ഷ തന്നെ CNG, ജീത്തോ തുടങ്ങിയ എല്ലാത്തരം വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് കാണാൻ കൊള്ളാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഉള്ള വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഇപ്പോൾ വന്നേക്കുന്ന സ്റ്റോക്കുകളുടെ ക്വാളിറ്റിയൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് വരാം. അപ്പോൾ ചെയ്യണം. നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോ ആണ്. കഴിഞ്ഞ മാസമൊക്കെ എങ്ങനെ ഉണ്ടാകും കച്ചവടം? കുഴപ്പമില്ല. ഞാൻ സംശയം കൊണ്ട് ചോദിക്കുന്നതാണ്. ഈ CNG വണ്ടികൾ ആ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നതാണോ? കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നതാണോ? CNG ഇതൊന്നും ഇല്ലായിരുന്നു. ഇല്ല, പുതിയതാ. ഇത് രണ്ടും പിന്നെ ഉണ്ടായിരുന്നു. CNG ഒരെണ്ണം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്തവണത്തെ വീഡിയോയിൽ എത്ര രൂപ തൊട്ടുള്ള വണ്ടികളാണ് കാണിക്കാൻ പോകുന്നത്? നമ്മൾ ആട്ടോയാണോ പിന്നെ വെള്ളി? അങ്ങനെ പറയണ്ട, ഏറ്റവും കുറഞ്ഞ വില 1.15 മുതലുള്ള 1.15. ഓക്കെ, 1.15 തൊട്ട് എത്ര വരെ? 4 മേളിൽ വരെയുള്ള വണ്ടി. പിന്നെ അല്ല. അപ്പം നമ്മുടെ ഷോപ്പ് കറക്റ്റ് എവിടെയാണെന്ന് പറഞ്ഞു. നമ്മളിത് ഹൈവേയിൽ, നാഷണൽ ഹൈവേ, തിരുവനന്തപുരം നാഷണൽ ഹൈവേയിൽ കല്ലുവാതക്കൽ ജംഗ്ഷന് കൊല്ലത്ത് നിന്ന് പറയുമ്പോൾ കല്ലുവാത ജംഗ്ഷന് ഒരു 1/2 കിലോമീറ്റർ പിറകിലോട്ട്, അതായത് ചാത്തന്നൂരിനും കല്ലുവാതക്കലിനും ഇടയ്ക്ക്. കല്ലുവാതക്കൽ ജംഗ്ഷനിൽ നിന്ന് 1/2 കിലോമീറ്റർ. തിരുവനന്തപുരത്ത് നിന്ന് പറയുമ്പോൾ കല്ലുവാതക്കൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ശാലോണം മുന്നോട്ട് വരുമ്പോൾ പിന്നെ വലത് സൈഡിലാണ് നമ്മളെ ഷോപ്പ്. ശബരി ഓട്ടോസിൽ നിന്നാണ് പേര്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടോ. ഓക്കെ. സനുവേദ് 2019 ജീത്തോയാണ്. 2019 ജീത്തോ. പേപ്പർ അത്യാവശ്യം 1.5-2 വർഷത്തോളം ഉള്ള ജീത്തോയാണ്. ഓണർഷിപ്പ് എത്രയാ? 2019 മോഡൽ. ഓണർഷിപ്പ് ഫസ്റ്റ്. കിലോമീറ്റർ ഒന്നിന് അടുത്തും കണ്ട. കിലോമീറ്റർ എല്ലാ വണ്ടിയുടെ ഓർമ്മ നിൽക്കൂല. ഫുൾ പെയിന്റ് ചെയ്തേക്കോ അല്ലേ? അല്ല, ഇത് പെയിന്റ് ചെയ്തില്ല. ഇല്ല, വണ്ടി കാണാൻ നല്ല വൃത്തിയാണ്. ചോദിച്ചത് ടയറൊക്കെ ആവറേജ് ടയർസ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? 4,05,000 രൂപയാണ് ചോദിക്കുന്നത്. ഇതാണ് ആ വലിയ വണ്ടി? അല്ല, ഇതിനും വലുതുണ്ട്. ഫ്രണ്ട് ടയർ അത്യാവശ്യം പുതിയ ടയറാണ് നടക്കുന്നത്. ബാക്ക് ആവറേജ് ആയിരുന്നു. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഗ്ലാസ്, ഫ്രണ്ട് ഗ്ലാസ്. ഓക്കെ, റീപ്ലേസ്മെന്റ് ആയിട്ട് അതാണ് ഉള്ളത്. 2018 10ാം മാസം വണ്ടിയാണ്. 2018 ലാസ്റ്റ് വണ്ടിയാണ്. അത്യാവശ്യം പേപ്പർ ഭാഗങ്ങളെല്ലാം ഉണ്ട്. 1 വർഷത്തെ ടെസ്റ്റ് ഉണ്ട്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർ. ഇത് ഇന്നലെ എടുത്തുകൊണ്ട് വന്നതാ. വേറെ ഒന്നും ചെയ്തിട്ടില്ല വണ്ടിയിൽ. ഇനി ടച്ചും പോളിഷൊക്കെ ഒന്ന് ചെയ്യണം. അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി പാച്ച് വർക്കുകളുണ്ട്. അത് ഭയങ്കര പാച്ച് വർക്കല്ല, ചെറിയ രീതിയിലുള്ള, അതെല്ലാം ചെയ്യിക്കണം. ബാക്ക് സീറ്റ് ഉണ്ട്, ഫ്രണ്ടിലില്ല. സീറ്റ് അത് കാറിൻ്റെ സീറ്റാണ്. അത് കാറിൻ്റെ. ഓക്കെ. ടയേഴ്സൊക്കെ കൊള്ളാം. അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് 3,65,000 രൂപ. 3,65,000. അപാകതകൾ എന്തെങ്കിലും? ഒന്നുമില്ല. ഇത് 2024 CNG പിന്നെ ബജാജിൻ്റെ മാക്സിമേര വൈഡെന്ന് പറയുന്ന മോഡലാണ്. ഇത് 2024 വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 24 കണ്ട. അതിൽ കാണുമല്ലോ 24. അവിടെ 25,986. ഓക്കെ. വണ്ടി പുതിയ വണ്ടി. പിന്നെ വേറെ പുതിയ വണ്ടി എടുക്കാൻ ഫിനാൻസ് ഉണ്ട്. ഫിനാൻസ് ഇട്ട് കൊടുക്കാം. എത്ര? ഇത് നമുക്ക് 1,30,30,000 രൂപ ബജാജിൻ്റെ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. എത്ര ചോദിക്കുന്നത്? ഇത് 2 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നത്. ഏകദേശം 1.30 ഒരു വർഷം കൊണ്ട് കുറഞ്ഞു കിട്ടും. എന്തെങ്കിലും റീപ്ലേസ് അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. ഇത് 2022 ഇത് പുതിയ ടെസ്റ്റാണ്. 2 വർഷം പേപ്പറുണ്ട്. ഓണർഷിപ്പ് സിംഗിളാ? ഓണർഷിപ്പ് ഇതെല്ലാം സിംഗിൾ ഓണർ. കിലോമീറ്റർ അതിൽ കാണും. 22,000 സംതിങ് ആണ് ഓടിയേക്കുന്നത്. 22,000. സ്റ്റീല് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. നല്ല സീറ്റും എല്ലാം ചെയ്തിട്ടുണ്ട്.
ഓക്കെ, പുതിയ വണ്ടിയല്ലേ, അതിൻ്റെ വൃത്തി അതിനുണ്ട്. എത്ര ചോദ്യം? ഇത് 180. 180. ആ, ഫുള്ള് ചെയ്തിട്ടിരിക്കുന്ന പണി ചെയ്ത വണ്ടിയാണ്. 40-45-50 രൂപയോളം ചിലവ് ആയതാണ്. പിന്നെ ടെസ്റ്റ് 10-20 രൂപ, എല്ലാം കൂടെ 10-60 രൂപ ചിലവായ വണ്ടിയാണ്. ഇത് 2018 കോമ്പാക്റ്റാ, സെക്കൻഡ് ഓണർ, പേപ്പർ 3 മാസമുണ്ട്. നല്ല അത്യാവശ്യം സീറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. മെക്കാനിക്കൽ വലിയ പ്രശ്നങ്ങളില്ലാത്ത വണ്ടിയാണ്. ടോപ്പൊക്കെ നല്ലപോലെ വൃത്തിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലൊക്കെ വണ്ടി കാണാൻ വൃത്തിയാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇതിൻ്റെയൊക്കെ ഓട്ടം ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത്രയും ലോങ് 2018 വണ്ടിയല്ലേ, നമുക്കൊന്നും ഉറപ്പ് പറയാനൊന്നും. ഓക്കെ. അല്ല, വേറെ അപാകതകൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപാകതകൾ ഉണ്ടെങ്കിൽ നമ്മളിവിടെ പണിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ. എത്ര ചോദ്യം? ഇത് 1,35,000 രൂപ ചോദ്യം. 135. ആ, അതെ. ഇത് 2016 വണ്ടിയാണ്. ഇതും മെക്കാനിക്കലെല്ലാം ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. പേപ്പർ 3-4 മാസത്തേക്കേ ഉള്ളൂ. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് 2-3 കൊണ്ടാണ്. 2-3. ആ, ബുക്ക് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അതെ. ഓക്കെ. മേളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഡ്രൈവിംഗ് സീറ്റ് മോശമാണല്ലോ. അത് കവർ അടിച്ചാൽ മതിയല്ലോ, കുഴപ്പമില്ല. അത് മോശമാണ്, ഇവിടെയും മോശമാണ്. അത് അടിച്ചു കൊടുക്കുമോ? അടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പ്രത്യേകം പൈസ ആവുമോ? അതിൻ്റെ പൈസ എക്സ്ട്രാ. നമ്മൾ ആ വില ചോദിക്കുന്നില്ലല്ലോ. ഓക്കെ. എത്ര ചോദ്യം? ഇത് 1.15 ചോദിക്കുന്നത്. വില കുറഞ്ഞ വണ്ടിയാണ്. 2016 കണ്ടീഷൻ ആണല്ലേ? അല്ലേ, കിടക്കുന്ന കണ്ടീഷൻ. 2016 വണ്ടിയില്ലേ. ഇത് 2023. 23. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ഇത് ടെസ്റ്റ് തീർന്നു നോക്കുക, ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതിന് ടോപ്പൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം 59,000 കിലോമീറ്റർ അടുപ്പിച്ചാണ് ഓടിയതായിട്ട് കാണുന്നത്. അത് ആ കിലോമീറ്റർ തന്നെ ആയിരിക്കും. ജെന്യൂൻ കിലോമീറ്റർ ആയിരിക്കുമോ? പിന്നെ തീർച്ചയായും. ആരാ ഇതിൻ്റെ കിലോമീറ്റർ മറിക്കാൻ നടക്കുന്നത്? അപ്പോൾ എത്ര ചോദ്യം? ഇത് 2.35. 2.35. ഇത് 2023. ഇതിപ്പോൾ നമ്മളെടുത്തുകൊണ്ട് വന്ന് ഫുള്ള് സീറ്റ് എല്ലാം ചെയ്ത വണ്ടിയാണ്. തട്ട് ഇതെല്ലാം ചെയ്ത സ്റ്റീലൊക്കെ ചെയ്യിച്ച വണ്ടിയാണ് ഇത്. ടോപ്പൊക്കെ നല്ലപോലെ വർക്ക് ചെയ്ത വണ്ടിയാണ്. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. എത്ര ചോദ്യം? ഇത് 2.30. ഓണർഷിപ്പ് എത്രയാ? ഫസ്റ്റ്. കിലോമീറ്റർ 38,000 സംതിങ് ആണ് ഈ വണ്ടി ഓടിയേക്കുന്ന കിലോമീറ്റർ. അപ്പോൾസ്റ്ററിയെല്ലാം ഇത് പിന്നെ ഇവിടെ എല്ലാം പൊടി അടിച്ച് കിടക്കുന്നുണ്ട് റോഡല്ല. റോഡിൻ്റെ അറ്റത്തായുണ്ട്. ഇത് 2013 ആപ്പയാണ്. ഇത് സിംഗിൾ ഓണർ ആപ്പയാണ്. ഇത് ഇന്ന് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ഇന്നോ? ഓക്കെ. ഫ്രഷ് സാധനം. അപ്പം വണ്ടിക്ക് വലിയ ഓട്ടോ അല്ലേ? ഇത് സിംഗിൾ ഓണർഷിപ്പാണ്. ഇത് സിംഗിൾ ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് ഓട്ടോ ഒന്നും നമുക്ക് ഈ ആട്ടോയുടെ ഒന്നും പിന്നെ പുതിയ വണ്ടിയുടെ ഒക്കെ നമുക്ക് ഏകദേശം പറയാൻ പറ്റും. നിലവിൽ കാണുന്ന കണ്ടീഷൻ നോക്കി എടുക്കുക, വിശ്വസിച്ചെടുക്കുക എന്നുള്ളതാണ്. ഫ്ലോറെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല പുതിയ പെയിന്റ് എല്ലാം ചെയ്ത വണ്ടിയാണ്. പണികളെല്ലാം ചെയ്തിട്ടിരിക്കുന്നത്. എത്ര ചോദ്യം? എത്ര? എന്തോ ചോദ്യം? ഇത് 1.30 നമ്മൾ ചോദിക്കുന്നത്. ഇത് 2016 സെൻസർ ഇല്ലാത്ത ടാറ്റ ഐറിസ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്, പുതിയ പേപ്പർ. സെക്കൻഡ് ഓണർ. കിലോമീറ്ററൊക്കെ എന്തോ ഓടി? കിലോമീറ്ററൊക്കെ 1 മേളിൽ ഓടിയതാ. ഓക്കെ. വണ്ടിക്ക് അകമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ. എന്തോ? അല്ല, അകമൊക്കെ വൃത്തിയായിട്ട്. വണ്ടി ഇപ്പം ടെസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. ടയേഴ്സൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ചോദ്യം ഇതിൻ്റെയൊക്കെ വില കേൾക്കുമ്പോൾ ആൾക്കാർ പറയും അത് അങ്ങനെയാണ്, മാരുതി കാർ വാങ്ങിച്ചൂടെ എന്നൊക്കെ പറയും. ഇതിൻ്റെ വില അതാണ്, നമ്മളെന്ത് ചെയ്യാനാ. എത്ര ചോദ്യം? ഇത് 2.35 കൊടുക്കാം. 2.35. ഈ ഗ്ലാസ് വല്ല മാറിയിട്ടുണ്ടോ? ഇല്ല. സ്റ്റോക്ക് കിടക്കുന്ന 2 പ്രൈവറ്റ് വണ്ടിയാണ്. ഇത് 2020 രജിസ്ട്രേഷൻ ടാറ്റ ഐറിസ് ആണ്. എൻ്റെ കടയിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള വണ്ടി ഇതാണ്. ഇപ്പം കിടക്കുന്നില്ല, ഞാൻ വിറ്റതിൽ ഏറ്റവും പുതിയ വണ്ടി ഇതാണ്. പിന്നെ കിടക്കും എടുത്തതിൽ. വണ്ടി നല്ല ഫ്രഷ് ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതി വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഇതിൻ്റെ കിലോമീറ്റർ എങ്ങനെയാണ്? കിലോമീറ്റർ ഒന്നിനടുത്തങ്ങണ്ടായിരുന്നു. ഒന്നിനടുത്ത് ഓടി. അപ്പോൾ എത്ര ചോദ്യം? ഇത് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള 2,80,000 രൂപയ്ക്ക് കൊടുക്കാം. 2,80,000. ഇത് റീപെയിൻറ്റ് ചെയ്തതാണോ? പോളിഷ് ചെയ്തതാണ്. ഇത് 2016 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് പ്രൈവറ്റാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പാണ്. ഇതിൻ്റെ കിലോമീറ്റർ കറക്റ്റ് എനിക്കറിയാം 83,000 കിലോമീറ്ററാണ്.
ജെനുവൻ കിലോമീറ്റർ തന്നെ. നേരിട്ട് അറിയാം. മറ്റൊന്നും നേരിട്ട് അറിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നപ്പോൾ ഉള്ള ജെനുവൻ കിലോമീറ്റർ ഇത് തന്നെ. ഓ അങ്ങനെ. ആ ഓക്കെ. പിന്നെ വണ്ടി ആ ക്വാളിറ്റി ഉണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ഫസ്റ്റ്. എത്ര ചോദ്യം? ഇത് 210 2016 സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. റീപ്ലേസാ? ഒന്നുമില്ല. ഓക്കെ, അടുത്ത പറഞ്ഞോ. ഇത് ഞാൻ 2016 സെൻസർ ഇല്ലാത്ത വണ്ടിക്ക് 240-35 കണ്ട വില പറഞ്ഞത്. ഇത് 2016 സെൻസറുള്ള വണ്ടിയാണ്. ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2016 തന്നെയാണ്. ഇത് നമുക്ക് പുതിയ ഇൻഷുറൻസ് തീർന്ന് നടക്കുക. പുതിയ ഇൻഷുറൻസ് എടുത്ത് 2.5 കൊടുക്കാം ഈ വണ്ടി. 2.5? ഫൈനൽ റേറ്റാണേ. ഫൈനൽ റേറ്റാണ്, പിന്നെ ബാർഗനിങ് ഇല്ല. ഇതിനൊന്നും ബാർഗനിങ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ അങ്ങനെയുള്ളൊരു വണ്ടി കൊടുക്കുമ്പോൾ ബാർഗൻ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ മെക്കാനിക്കലും പാച്ച് വർക്ക് ഉണ്ടെങ്കിൽ അത് എല്ലാ പണികളും ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അഥവാ ഇനി ഇറക്കിക്കൊണ്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വഴിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ പണിയാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ വഴിക്ക് അല്ലാതെ ഓടിയിട്ട് 10 ദിവസം 15 ദിവസം കഴിഞ്ഞിട്ട് ആരും ഈ യൂസ്ഡ് വണ്ടിക്ക് ആരും നമ്മൾ ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. ഇനി ഇത് 2018 1 വർഷം പേപ്പറുണ്ട്. പുതിയ പെയിൻറ്റിങ്ങാണ്. എല്ലാ പണികളും ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. വണ്ടിക്ക് വേറെ കാര്യങ്ങളോ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നിലവിൽ ഗുഡ് കണ്ടീഷൻ. സിംഗിൾ ഓണർ. ഓക്കെ, എത്ര ചോദ്യം? ഇത് 2,50,000 രൂപ ചോദ്യം. വണ്ടി ആ ക്വാളിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ വന്ന് എടുത്തിട്ട് നമുക്ക് പൈസ തന്നാൽ മതി. നമ്മൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് കൂടിപ്പോയെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ അത് അങ്ങനെയാണോന്നോ ഇങ്ങനെയാണോ കമൻറ്റ് പറയണ്ട. വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവർ പറയുന്ന പണി നമ്മൾ ചെയ്തു കൊടുക്കും. എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഒരു 80 രൂപ വേണം സനൂപ്. 80 വേണം. അപ്പം ചിലയിടത്തൊക്കെ 70 രൂപ ഉണ്ടെങ്കിലും ഇറക്കാം, ചിലയിടത്ത് 60 രൂപ ഉണ്ടെങ്കിലും ഇറക്കാം. ഓരോ ഏരിയയിലാണ് അനുസരിച്ചാണ് ഇതിന് ഫിനാൻസ് കിട്ടും. അപ്പോൾ ഇത് എത്ര വർഷം ലോൺ കിട്ടും? 3 വർഷം കിട്ടും, 4 വർഷം കിട്ടുന്നത് ചിലപ്പോൾ കിട്ടും. അത് 2015 ഇത് നമ്മളെ കിടന്ന ഒരു ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ്. അന്ന് നമ്മൾ 1.85 പറഞ്ഞത്. ഇത് നമുക്ക് ഫൈനൽ റേറ്റ് ആയിട്ട് ഒരു 1.25 രൂപയ്ക്ക് ഈ കണ്ടീഷനിൽ കൊടുക്കാം. 1.25? 10 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് പറയാം. ഇത് എന്തോ ഓടുന്ന ഒന്നിന് മേളിലായിരിക്കും കിലോമീറ്റർ. നമ്മൾ സനുവ ഇതിനകത്തൊക്കെ വല്ലരെയൊന്നും എടുക്കുന്ന വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതൊന്നും വലിയ കിലോമീറ്റർ വ്യത്യാസം വരാൻ സാധ്യതയില്ല. സിംഗിൾ ഓണർ ആയതുകൊണ്ട്. ഓക്കെ, എത്ര ചോദ്യം? 1.75? 1.75 ഫൈനൽ നമുക്ക് കൊടുക്കാം. ഇത് 2019 വണ്ടിയാണ്. 2019 2 വർഷം മൊത്തം പേപ്പർ എടുക്കുന്ന വണ്ടിയാണ്. പുതിയ ടെസ്റ്റ് എല്ലാ പണികളും ചെയ്തിട്ടിരിക്കുന്ന വണ്ടി. ഓണർഷിപ്പ് സിംഗിള്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല. ഇത് ടയേഴ്സ് ബാക്ക് 2 കട്ട, ഫ്രണ്ട് 2 പുത്തൻ ടയർ. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമ്മൾ 2.90 ചോദിക്കുന്നത്. 2.90? ഇത് 2015. ഓണർഷിപ്പ് സെക്കൻഡ്. എന്താ ഓടിയിട്ടുണ്ട്? അതിനൊക്കെ 1 മേളിൽ തന്നെ ആയിരിക്കും സനൂപേ. ടാറ്റയുടെ എഞ്ചിൻ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുന്നതല്ലല്ലോ. ഇതിൻ്റെ ടെസ്റ്റൊക്കെയോ? ഇതിൻ്റെ ടെസ്റ്റൊക്കെ 8 മാസമുണ്ട്. ഓക്കെ, ടോപ്പ് അടക്കം വർക്ക് ചെയ്തിട്ടേക്കുന്നൊരു വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം വൃത്തിയായിട്ടാണ്. ചോദ്യം എത്രയാണ്? ഇത് നമ്മൾ 2.5 ചോദിക്കുന്നത്. 2.5. ഇതിൻ്റെ ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും മാർക്കുണ്ടോ? ഒന്നുമില്ല, കമ്പനി ഗ്ലാസ്സാണ്. ഇത് 2018. 2018 3-ാം മാസം വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. പേപ്പർ സെപ്റ്റംബർ വരെ പേപ്പറുണ്ട്. ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. ഇതിന് 2.35 വില. 2.35? വണ്ടിക്ക് എന്തെങ്കിലും അപാകതയൊന്നുമില്ല. അപാകത ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കും. ഓക്കെ. പെയിൻറ്റിങ് വർക്കുകൾ ഇത് പുതിയതായിട്ട് എടുത്തിട്ടുണ്ടോ? ഇല്ല, ഇത് പെയിൻറ്റിങ് ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. ചെയ്തില്ല. ഫസ്റ്റ് പെയിൻറ്റ് തന്നെ. ഇത് 2019 വണ്ടിയാണ്. 2019 ലാസ്റ്റ് വണ്ടി. സിംഗിൾ ഓണർ. കിലോമീറ്റർ 1 മേളിൽ ഓടിയിട്ടുണ്ട്. ടയർ ഭാഗങ്ങളെല്ലാം നല്ലത്. പാച്ച് വർക്ക് ഇല്ല. ഫുൾ ഗ്ലാസ് ചെയ്ത വണ്ടിയാണ് ഇത്. മേളിങ്ങനെ സാധനം വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ടയറൊക്കെ നോക്കിയാലൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട് കേട്ടോ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. ഇത്രയും ചോദിക്കുമ്പോൾ എന്തെങ്കിലും കൊണ്ടൊന്ന് പറയണ്ടേ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഈ പെയിൻറ്റ് പുതിയതായിട്ട് അടിച്ചാൽ? സെക്കൻഡ് പെയിൻ്റാണ്. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് 4.5 ലക്ഷം രൂപ.
ഫുൾ ഗ്ലാസ് വണ്ടിയാണ്. ഇത് മൈലേജ് എന്താണ്? ഇത് എല്ലാം സെയിം 30-അടുത്ത് മൈലേജാണ്. 30? ഇത് 2018 വണ്ടിയാണ്. ഇതും പേപ്പർ ഫുള്ള് പുതിയ പേപ്പറാണ്. ഓണർഷിപ്പ് ഫസ്റ്റ് തന്നെ. ഫസ്റ്റ്. പിന്നെ അത് ഓടിക്കുന്നവർക്ക് ഫാനൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ എല്ലി ബെയറിംഗ് എല്ലാം മാറി ഇപ്പം കുറച്ച് 1000 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല ഈ വണ്ടി. വണ്ടിക്കകവും അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് നല്ല ക്വാളിറ്റി കൂടെ. ഫ്ലോറൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ? ഫ്ലോറൊക്കെ ചെയ്യണമല്ലോ, ടെസ്റ്റ് ആകുമ്പോൾ ചെയ്തല്ലേ പറ്റൂ. വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല നീറ്റാണ്. ഡോർ പാടൊക്കെ നോക്കിയാൽ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇത് 370. 370 ലാസ്റ്റ് പ്രൈസാണ്. ഒരു പാർട്ടി വരട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തു കൊടുക്കാം. 2005 പിന്നെ MBFI BXI സെന്നാണ്. 2026 ജനുവരി വരെ പേപ്പറുണ്ട്. വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി. അതുമല്ല എഞ്ചിൻ പണിഞ്ഞ വണ്ടിയാണ്. ഇപ്പോൾ 27,000 കൊടുത്ത് എഞ്ചിൻ പണിഞ്ഞ വണ്ടിയാണ്. വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. എഞ്ചിൻ പണിഞ്ഞുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. പുതിയ പേപ്പറാണ്, ടെസ്റ്റാണ്. വൃത്തിയായിട്ടുള്ള പണി എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ഓടിക്കുന്നവന് പിന്നെ ഒരു പ്രശ്നവും ഇല്ലാതെ കൊണ്ട് ഓടാൻ പറ്റുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 3-4 ഉണ്ട്. എൻ്റെ പേരിലാണ് ഇപ്പം നിലവിൽ. എൻ്റെ പേരിലാക്കിയിട്ട് കൊല്ലത്ത് ടെസ്റ്റ് ചെയ്തതാണ്. ഓക്കെ. എത്ര ചോദ്യം? ഇത് 1,50,000 രൂപയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇത് നല്ല മൊട്ടയാണ്, മാറി കൊടുക്കുമോ? ടയറൊക്കെ ആ കാണുന്ന കണ്ടീഷനെ പറ്റുമോ സൗകര്യം? അത്രേ ഉള്ളൂ. 1.5 പേര് മാറി കൊടുക്കും. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 4.5 ലക്ഷം വരെയുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക്, അതായത് 1,4 ലക്ഷം രൂപ മുതൽ 4.5 ലക്ഷം രൂപ വരെയുള്ള വണ്ടികൾ എടുക്കാൻ. അപ്പോൾ അത്രയും ക്വാളിറ്റി കൂടും എന്നുള്ളതാണ് മെയിൻ കാര്യം. പിന്നെ അത്യാവശ്യം പണിയെടുക്കേണ്ട കാര്യങ്ങളെല്ലാം നല്ലപോലെ പണിയെടുത്തിടുന്ന ഒരു ഷോപ്പാണ്. എനിക്ക് കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഷോപ്പ് വണ്ടി ഗ്യാരണ്ടി ആയിരിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങളൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് വേണം എടുക്കാൻ. സനു പറഞ്ഞ് അത്ര വിശ്വാസമുള്ള കടയാണ് നമ്മൾ ചാടിക്കരുത് എന്നുള്ളായിരുന്നു. കഷ്ടകാലത്തിന് ഏതെങ്കിലും ഒരു വണ്ടിക്കത്തിൽ കംപ്ലയിൻറ്റ് പറ്റിപ്പോയി പിന്നെ അവസാനം എന്നെ പറയാം. അതുകൊണ്ട് നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് വേണം എടുക്കാൻ കേട്ടോ. പക്ഷേ നല്ല വണ്ടികളാണ് എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.